ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത് പെരുന്നാളിന്റെ തലേന്ന്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മൂന്നാറ് കൊച്ചി ആടെല്ലാം പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടെ ഈ കുരങ്ങന്മാരോടില്ലേ പ്രത്യേക സ്നേഹം. എനിക്ക് എന്തോ അതിനെ കാണുമ്പോൾ ഭയങ്കര ഖേദാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കാണുന്നിടത്ത് നല്ല ഞാൻ വീഡിയോ എടുക്കും. പോകുന്ന വൈക്കന്നെ അതിനെ കൊണ്ട് ഇവിടെ കഴിഞ്ഞ് അടുത്ത ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിച്ച് പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വലിയ വൃത്തിയും ഇല്ല വെടുപ്പും ഇല്ല ഒരു മനാറില്ലാത്ത റൂമേനും കൈ. പക്ഷെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് എരവികുളം നാഷണൽ പാർക്കിലാണ്. അവിടെ പോയവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ കാര്യങ്ങളല്ലോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടേനും പോകുന്നത്. ഇന്ത്യൻ അഡൽറ്റിനെല്ലാം 200 രൂപയും അതേപോലെ തന്നെ ഫോറിനേഴ്സിനാണ് 500 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോസ് ഫോറിനേഴ്സ് ഒന്നും കാണലില്ല, കണ്ടാൽ തന്നെ ഓലിക്ക് തിരിയൂല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ബസ്സിൽ നമ്മൾ ഓല് ഫുള്ള് ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഒരു എൻട്രൻസിൽ കൊണ്ടുവന്ന് വെക്കുക ചെയ്യാൻ. നമ്മളെ ഭയങ്കര തണുപ്പ്, ഭയങ്കര മഞ്ഞ്, സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. മാഷാഅല്ലാ നോക്ക്, നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. മസ്റ്റ് ട്രൈ അല്ല മസ്റ്റ് കം. അപ്പം ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ. പിന്നെ എടുത്ത മഞ്ഞില്ലേ, മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ടായിക്കേ. ഞാൻ എന്തെല്ലോ ഒടിഞ്ഞോണ്ട് നിൽക്കാന്ന്, കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോ സ്റ്റെപ്പ് കയറുന്നതോറും ഞാനിങ്ങനെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടി വരാന്ന്. അത്രയും അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ പേരെന്തോ വരയാട് എന്നെങ്ങാനാന്നേ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരും. എനിക്ക് ബേജാറായിക്ക്, എൻ്റെ ഫാനാന്ന് തോന്നുന്നു ഗൈസ്. ആടെ എത്തിയ മുതലില്ലേ അവിടെ നിന്ന് കീയുന്ന വരെ ഫോണ് താല് വെക്കാൻ പറ്റിയില്ല. ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുത്തെടുക്കലാണ് ഗൈസ് എൻ്റെ പണി. പിന്നെ ഏകദേശം അവിടെ കാണാനുള്ള എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ റൂം നോക്കിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ വീക്കെൻഡ് ആയതിനെ കൊണ്ട് തന്നെ റൂം കിട്ടാൻ നല്ല പണിയേനു. ബാക്കി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഓക്കെ ബൈ.